ആരോപണങ്ങൾ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടുള്ളതാണ്. ഞാൻ ആധ്യാത്മിക ആചാര്യന്മാരുടെ അടുത്തൊക്കെ ധാരാളം പോകുന്നതാണ്. തെറ്റെന്താ ഉള്ളതിൽ? ഞാൻ ആധ്യാത്മിക കാര്യങ്ങൾ വിശ്വാസമുള്ള ആളാണ്, ഞാൻ വിശ്വാസിയാണ്. അതുകൊണ്ട് ആധ്യാത്മിക ആചാര്യന്മാരെ കാണുന്നതിൽ തെറ്റെന്താ ഉള്ളത്? വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ. അതിലെന്തെങ്കിലും കൃത്രിമമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വന്നാലാണ് ആരോപണം വരുന്നത്. അപ്പൊ അത് അങ്ങനെ പ്രശ്നം വരുന്നില്ല. ബി.ജെ.പി. നേതാവ് ഒ. രാജഗോപാൽ പറഞ്ഞ ദൈവിക ചൈതന്യമുള്ള അമ്മതായ ഇപ്പോൾ തട്ടിപ്പ് കേസിൽ 1-ാം പ്രതിയാണ്. ആശ്രമത്തിലെ ഉത്സവത്തിൽ ഒ. രാജഗോപാൽ പങ്കെടുത്തത് ഏറെ വിവാദമായിരുന്നു. ശിവസേന നേതാക്കളും അമ്മയുടെ കടുത്ത ഭക്തന്മാരാണ്. മാത്രമല്ല, ആശ്രമത്തിനു വേണ്ടി പല ശുപാർശകളും നടത്തിയിരുന്നത് സംഘപരിവാർ നേതാക്കളാണ്. അമ്മതായയുടെ ഇടപാടുകളെക്കുറിച്ച് പരാതികൾ ഉയർന്നതോടെ സംഘപരിവാർ നേതാക്കൾ മൗനത്തിലാണ്. അതേസമയം ദൈവിക ചൈതന്യമുണ്ടെന്ന് പറയുന്ന അമ്മയെക്കുറിച്ച് ഞെട്ടിക്കുന്ന പരാതികളാണ് ലഭിക്കുന്നത്. വിജയകുമാരി എന്ന ജയ 7 വർഷം മുമ്പാണ് അമ്മതായയായി അവതരിച്ചത്. ആദ്യ ഭർത്താവ് കൽപ്പണിക്കാരനായ ഷാജികുമാറാണ്. പിന്നീട് ഭർത്താവിന്റെ അനുജൻ സുശീൽ കുമാറിനെയും ഇവർ വിവാഹം ചെയ്തു. രണ്ടും നിയമവിധേയമല്ല. മറ്റൊന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഷഹീറാണ് ഇവിടുത്തെ പൂജാരി. കണ്ണൻ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. പരാതിക്കാരനായ സിയാദ്. പക്ഷേ അത് അദ്ദേഹത്തിനെ കണ്ട മുസ്ലിമാണെന്ന് പറയത്തില്ല. പുള്ളി ചന്ദനവും എല്ലാം ധരിച്ച് നിൽക്കുന്നതാണ്, പൂണൂലും ഉണ്ട് ധരിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. വിചിത്രമായ ആചാര രീതികളുള്ള അമ്മതായയ്ക്ക് മാനസിക രോഗ ലക്ഷണങ്ങളുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. സുനിൽ ബേബി, കൊല്ലം.